2012 സ്പെഷ്യൽ റൗണ്ട് ആണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബിജി ബാലുമായിട്ട്. ബിജി ബാൽ ആസ് എ മ്യൂസിക് ഡയറക്ടർ, ബിജി ബാൽ ആസ് എ മ്യൂസിക് ക്രിറ്റിക് ആണ് ഇനി സംസാരിക്കേണ്ടത്. ആർ യു റെഡി സർ? യെസ്. ക്ലബ് എഫ് എമ്മിൽ ഇത് സ്റ്റാർ ജാം. ഓക്കെ, ബിജി ബാലിന് അവാർഡ്സ് ഡിക്ലെയർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടാന്ന് വിചാരിക്കാം. ടോപ്പ് 3 സോങ്സ് ഓഫ് 2012. ബിജി ബാലിന്റെ സെലക്ഷൻ. നിലാമലരെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. എന്റെ സിംഗിങ്ങും മ്യൂസിക് കോമ്പോസിഷനും റഫീഖിന്റെ വരികളും എല്ലാം ഇഷ്ടമാണ്. രണ്ടാമത് മുത്തുച്ചിപ്പി എനിക്കിഷ്ടമാണ്. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാജിക് അതിനുണ്ട്. 2012 ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ 4 വരികൾ. പ്രാണൻ ശ്വാസമാണ് ബായ്, പോയാൽ പോയതാണ് ബായ്, യാട്ടവും പാട്ടും നിന്നു പോകും ബായ്, അതങ്ങനാണ് ബായ്. The best singer of 2012. The award goes to can be നിവാസ്, നിലാമലരെ പാടിയത്. എന്നെ ഇംപ്രസ് ചെയ്തൊരു പുതിയ സിംഗർ എന്ന് പറഞ്ഞാൽ മറയുമോ എന്ന് പറയുന്ന പാട്ട്, ജവാൻ ഓഫ് വെള്ളിമലയിൽ മറയുമോ പാടിയ ഹരീഷ് ശിവരാമകൃഷ്ണൻ. The best female singer of 2012. Award goes to എനിക്കൊരു മലയാളി പാട്ടുകാരിയെ പറയണമെന്നുണ്ട്, പക്ഷെ ഈ വർഷം നിർഭാഗ്യവശാൽ എനിക്കത് പേര് കിട്ടുന്നില്ല. പക്ഷെ ശ്രേയാ ഘോഷാൽ മറ്റേ രാഹുലിന്റെ പാട്ട് പാടിയിട്ടുണ്ടല്ലോ, കാർമുകിലിൽ പിടഞ്ഞുണരും തുലാ മിന്നലായി നീ എന്ന് പറയുന്ന ഒരു ആ വരി എനിക്ക് ട്യൂൺ ചെയ്യാൻ കിട്ടിയെങ്കിലും പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരിയാണ്. ശ്രേയാ ഘോഷാലിനാണ് എന്റെ മാർക്ക്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഹിറ്റായ ചില പാട്ടുകൾ പറയും, ബിജി ബാൽ കമ്പോസ് ചെയ്യാത്തത്. ഇതിന് 10 മാർക്ക് ഇടുക. റെഡി? നിലാമലരെ, വിദ്യാസാഗർസ് ഓൺ കമ്പോസിഷൻ. എത്ര മാർക്ക്? നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. 9. അതൊരു കംപ്ലീറ്റ് സോങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആലാപനത്തിലും മ്യൂസിക്കിലും വരികളിലും എല്ലാം അത് അങ്ങനെ ഒത്ത് മലയാളം പാട്ടുകൾ ഇപ്പോൾ വളരെ കുറവാണല്ലോ. നെക്സ്റ്റ് സോങ് മുത്തുച്ചിപ്പി. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു മുത്തുച്ചിപ്പി ക്യാൻ ബി 8. അപ്രോച്ചിന്റെ ഒരു മാജിക് ഉണ്ട്. അത് ഒരുപക്ഷെ ആ വൈബ്രേഷൻ അത് ചെയ്തപ്പോഴോ റെക്കോർഡ് ചെയ്തപ്പോഴോ ഷാൻ അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പങ്ങളെമ്പാടും കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റർ. I'll give 8 because ഇഷ്ടപ്പെടാതെ ഇരുന്നാൽ പോലും അത് ത്രില്ലടിച്ച് പോകുന്ന ഒരു പാട്ട് തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെടണ്ട, ഇത് എന്ത് പാട്ടാ, ഇത് എന്ത് വൃത്തിയായിട്ട പാട്ടാ എന്ന് പറയുമ്പോ പോലും വായും പൊളിച്ച് കേട്ടിരുന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കുറ്റം പറയുന്ന ഒരു പാട്ടാണ്. That's Biji Bal with us on Club FM Star Jam. 10 കണക്കിന് ഫൺ. മ്യൂസിക് ഡയറക്ടർ ബിജി ബാലിന്റെ അടുത്ത് ഇനി ഞാൻ 10 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. It's 10 കണക്കിന് ഫൺ. റെഡി? യെസ്. മലയാളത്തിലെ ടോപ്പ് 5 മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാൾ ഞാനാണ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. എങ്ങനെ മനസ്സിലാവും? ടോപ്പ് 5 പെടുന്നത് കൊണ്ടാണല്ലോ തിരക്കുള്ള കമ്പോസേഴ്സിൽ ഒരാൾ ഞാൻ ഇപ്പോൾ ആയിട്ടുള്ളത്. അതായിരിക്കാം. ആഷിഖ് അബുവിന്റെ ഫേവറേറ്റ് മ്യൂസിക് കമ്പോസർ ഞാനാണ്. ട്രൂ ഓർ ഫാൾസ്? അത് അങ്ങനെ ഞാൻ അവകാശപ്പെടാൻ സാധ്യതയില്ല, എനിക്കിഷ്ടമല്ല. കാരണം വെച്ചാൽ ഞാൻ അവനുമായിട്ട് സാധാരണ കൂടാറുള്ള സമയത്ത് ഞാൻ പറയും അത് ഞാനൊരു ബാധ്യതയാവരുതെന്ന്. അവനുമായിട്ട് മാത്രമല്ല പലരുമായിട്ടും. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബാധ്യതയാവാതിരിക്കാൻ ഒരു ശ്രമം. അപ്പൊ അതാണ്. മ്യൂസീഷ്യൻസിനും വേണം ഒരു സംഘടന. മ്യൂസീഷ്യൻസിന് സംഘടന ആവാം, കാരണം അത് കേവലമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം കാശ് കിട്ടാതിരിക്കുക, പലർക്കും സിനിമയിൽ സംഭവിക്കുക. അങ്ങനെയുള്ള പ്രൊജക്ടുകളും ഉണ്ടാവുമല്ലോ. ഇൻസ്പിറേഷൻ, അഡാപ്റ്റേഷൻ, ഇത്തരം വാക്കുകളെ ആശ്രയിച്ചുകൊണ്ട് സംഗീതം സ്വന്തം ഭാഷയിലേക്ക് പരിണമിക്കുകയാണെങ്കിൽ അതൊരു തെറ്റല്ല. തെറ്റാണ് തീർച്ചയായിട്ടും. അല്ല, ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്യൂൺ എന്ന് പറയുന്ന ആ സ്വരങ്ങളുടെ സഞ്ചാരമല്ല നമ്മളെ ഇൻസ്പയർ ചെയ്യേണ്ടത്. അതിന്റെ ഒരു മനഃശാസ്ത്രവും അതിന്റെ ഒരു വേറൊരു തലം ഉണ്ടല്ലോ, അതാണ് നമ്മളെ ബാധിക്കേണ്ടത്. അല്ലാതെ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഈ ട്യൂൺ കൊള്ളാം, ഇത് ഞാൻ പൊക്കിയിരിക്കും എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് അത് ശരിയല്ല. ഈ ഫേസ്ബുക്കും കമന്റടിയും ലൈക്കും കൊണ്ട് ഞാൻ തോറ്റു. ഫേസ്ബുക്കിൽ എല്ലാവരും കവികളും വിമർശകരും നിരൂപകരും എല്ലാവരും കവികളാണ്. ഒരു കവി എന്തൊക്കെയോ പറയുന്നു, ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് ചോറുണ്ടില്ല എന്ന് പറയുമ്പോൾ ഓസം എന്ന് പറയുന്ന കേട്ടിട്ട് പിന്നെ കുറെ വളരെ വിയേർഡായിട്ടുള്ള കാഴ്ച, ഒരാള് കത്തിക്ക് കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ഇത് ഷെയർ ചെയ്യണമെന്ന് പറയുന്ന ഇത് എന്തൊരു മാനസികാവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതിന് 41 ലൈക്കുകളും ഇങ്ങനെയുള്ള ഇത് ആരാണ് ഈ ലൈക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് കണ്ട് ഇവൻ എന്ത് നിർവൃതിയാണ് ഷെയർ ചെയ്യുന്നതോടെ ഇവൻ എന്ത് മാനുഷികതയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ 3 എന്ന് പറയുന്നത് ഇവന്റെ രാഷ്ട്രീയ പ്രതികരണ ശേഷി അവന്റെ കമന്റിൽ അവസാനിക്കുന്നു. ഒരു തെരുവിൽ ബർഗർ കഴിച്ചിരിക്കുന്ന ഒരു ധനികനെ നോക്കിയിരിക്കുന്ന ഒരു ഭിക്ഷാടകനായിട്ടുള്ളൊരു ബാലകന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അവന്റെ ചാരിറ്റി അവസാനിച്ചു. അവൻ അപ്ലോഡ് ചെയ്ത് അവന്റെ തീർന്നു, ഞാനൊരു ചാരിറ്റി കാണിച്ചു എന്നുള്ള ബോധത്തോടെ അത് തീരും.
എന്റെ കൂടെ ബിജി ബാൽ എന്നുള്ള മ്യൂസിക് കമ്പോസർ ആണ് ഓൺ ക്ലബ് FM. സ്റ്റാർ ജാം. ബിജി, യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു. സ്ട്രേറ്റ് അവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മ്യൂസിക് ഡയറക്ടർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? സെൻസ്ലെസ് ആയിട്ടുള്ള സംവിധായകൻ എന്ന് പറയുന്ന അവൻ എന്താണ് വേണ്ടതെന്ന് അവന് പോലും അറിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്, വളരെ വിരളമായിട്ടുള്ളത്. അതാണ് പ്രതിസന്ധി. വിവരമില്ലാത്ത ഡയറക്ടേഴ്സ് വരാറുണ്ട്. ഇപ്പൊ എല്ലാ മേഖലകളിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ വളരെ ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് വളരെ കുറവല്ലേ, അവർ സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാത്തവർ നമ്മൾ പോലും ഓർക്കണം ഇത് എന്തിനു വേണ്ടിയാണ് ഈ സിനിമ ഇവർ ചെയ്യുന്നതെന്ന് ഓർക്കാറുണ്ട്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു, എന്നിട്ട് അവരുടെ ലീസ്റ്റ് സെൻസിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മ്യൂസിക് ചെയ്യേണ്ടി വരുന്നു. അവർ തന്നെ ആദ്യം അഡ്മിറ്റ് ചെയ്യുന്നു, എനിക്ക് കേട്ടാൽ വലുതായിട്ട് മനസ്സിലാവില്ല കേട്ടോ. എല്ലാ ഡയറക്ടേഴ്സും പാട്ടിന്റെ പരിജ്ഞാനമുള്ളവരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പരിജ്ഞാനമല്ല, നല്ല സെൻസിബിലിറ്റി എന്നുള്ള വാക്കും അതിനൊരു എക്സ്പെർട്ടൈസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ സ്വപ്നമൊരു ചാക്ക് തലയിൽ അത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട് എന്ന് പറയുമ്പോൾ അതൊരു ബ്രീഫിങ്ങിന്റെ റിസൾട്ടാണ്. അത് പോകുമ്പോഴാണ് ഏത്തപ്പഴം പോത്തിറച്ചിയും പോലെ രണ്ട് സാധനങ്ങൾ രണ്ട് ധ്രുവത്തിലിരിക്കുന്നു. ബിജി ബാലിനെ പോലെ തന്നെ 2012 മറ്റൊരു ഹിറ്റ് മേക്കറാണ് ഗോപി സുന്ദർ. സോ അദ്ദേഹം ഒരു കാര്യം പറയണ്ടായി, ആക്ച്വലി കീർത്തനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. എല്ലാം ഇൻസ്പിറേഷൻ. അന്ന് എടുക്കാൻ യൂട്യൂബിൽ നിന്ന് വേറെ ഒന്നും ഇല്ലല്ലോ, അന്ന് കീർത്തനങ്ങളല്ലേ ഉള്ളൂ, അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് അവരുടെ കീർത്തനങ്ങളിൽ എടുത്തു. അന്ന് അവർക്ക് ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ഫ്രം ദിസ്. ഇവിടെ പ്രശ്നം പാട്ട് ആസ്വദിക്കാൻ മറക്കുന്ന മലയാളിയുടെ ആണോ അതോ പാട്ട് എവിടെ നിന്ന് എടുത്തു എന്ന് കണ്ടുപിടിക്കാൻ നടക്കുന്ന മലയാളിയുടെ ആണോ? ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, കാരണം പണ്ടത്തെ ഒരു ആസ്വാദകൻ ഉണ്ടായിരുന്നു, പാട്ട് അന്വേഷിച്ച് പോകുന്ന ഒരു ആസ്വാദകൻ. അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് രഞ്ജിനി ഓൺ ചെയ്ത് വെക്കുന്ന ആസ്വാദനം ഉണ്ടായിരുന്നു. പാട്ട് ഇന്നത് വരുമോ വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഇത് കാത്തിരുന്ന ആസ്വാദനം. ഇന്നതല്ല, ഇന്ന് അവന്റെ ചെവിയിൽ ആണിയടിക്കുന്ന പോലെ പാട്ട് അടിച്ച് കയറ്റിയാൽ അവൻ സൗകര്യം ഉണ്ടെങ്കിൽ കേൾക്കും. എന്നാലും അങ്ങനെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് ഒരുപക്ഷെ അവന്റെ സെൻസിബിലിറ്റിയെ തന്നെ ബാധിക്കും. ഒരുപക്ഷെ അവൻ ചോദിച്ചേക്കാം ഞാൻ ഇങ്ങനെയാണ് ബൈ എന്ന് ചോദിച്ചേക്കാം, പക്ഷെ ഒരു ഇൻ ലോങ് റൺ അവന്റെ സെൻസിബിലിറ്റിയെ തന്നെ ബാധിക്കും. കാരണം മ്യൂസിക് ഇസ് ദ ഓൺലി തിങ് വിച്ച് വി ക്യാൻ ഒരു എൻജോയ് വിത്ത് ഫുൾ ഹാർട്ട്. അതിനകത്ത് കോപ്പിയടി എന്നൊക്കെ പറയുന്ന ഒരു അതിനേക്കാൾ അപ്പുറം സംഗീതം ആസ്വദിക്കാവുന്നതാണ്. Fantastic. So that's Biji Bal with us on Club FM. You are under arrest. ഇത് ടൺ കണക്കിന് ഫൺ. ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ മനസ്സ് തുറന്നു. ബിജി ബാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വെൽക്കം ബാക്ക് ടു ദി ഷോ സർ. താങ്ക് യു. സോ 3 hours, how was സ്റ്റാർ ജാം? It was fine, thrilling. മനസ്സ് പൊട്ടിച്ചിതറാനൊക്കെ തോന്നിയോ? പൊട്ടിച്ചിതറിക്കാണല്ലോ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അച്ചീവ്മെന്റ് ഓസ്കർ നേടുക എന്നുള്ളതാണോ ഗ്രാമി നേടുക എന്നുള്ളതാണോ? ഇത് രണ്ടിൽ ഏതെങ്കിലും ആഗ്രഹം ബിജി ബാലിനുണ്ടോ? എനിക്ക് ആഗ്രഹമില്ല, തീർച്ചയായിട്ടും ഇല്ല. അതിന്റെ 7 അയലത്ത് എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതിൽ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എനിക്ക് ആഗ്രഹങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഗ്രാമിയും ഓസ്കാറും കമ്പയർ ചെയ്താൽ ഗ്രാമി തന്നെയാണ്. കാരണം മ്യൂസിക്കിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അവാർഡാണുള്ളത്. മാസ്റ്റേഴ്സിന് അത് കിട്ടിയിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്കും വേണം AR റഹ്മാൻ, ഓസ്കേഴ്സ്, ബാഫ്റ്റ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കും വേണം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ ഒരു ബാധ്യതയാണ്. അവിടെയൊക്കെ പോയി നിൽക്കണ്ടേ കോട്ടൊക്കെ ഇട്ട്. ബിഫോർ ക്ലോസിംഗ് ദി ഷോ, കൊലവറി എന്ന സോങ് വൈറലായി. ഗഗ്നം സ്റ്റൈൽ ഭയങ്കര വൈറലായി. ഡാദാഡിയുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. പക്ഷെ ഒരിക്കലും ഈ ഒരു കൊലവെറിയായി മാറുന്നില്ല. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഒരു കൊലവെറി പോലെ വൈറൽ 10 ലക്ഷം വ്യൂ ഓവർനൈറ്റ് നടക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? മലയാളത്തെ വാച്ച് ചെയ്യുന്ന ആൾക്കാർ മലയാളികൾ പോലും കുറവാണല്ലോ. അപ്പൊ പിന്നെ പുറത്ത് തമിഴ് ഫിലിംസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ത്യ മുഴുവനും പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സോനു നിഗമിന്റെ കുട്ടി അത് പാടി റിപ്പീറ്റ് ചെയ്ത് പാടുകയും അതിന് തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ പാലക്കാടിന് അപ്പുറം ഇപ്പുറം തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പാലക്കാടിന് ഇപ്പുറത്ത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. Fantastic. Anyways, thank you very much, sir. And that's Biji Bal. Now tell me, പിന്നെ ബിജി ബാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏത് ക്വസ്റ്റ്യൻ സർ ചോദിക്കാൻ പോണേ? ബിജി ബാൽ ഓട്ടോഗ്രാഫ് ചെയ്ത ഡാ തടിയ എന്നുള്ള മൂവിയുടെ മ്യൂസിക് CD ആണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോണേ. Now tell me, എന്താണ് സാറുടെ ക്വസ്റ്റ്യൻ? എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ചോര വീണ മണ്ണിൽ. ചോര വീണ മണ്ണിൽ എന്നുള്ള ഫസ്റ്റ് ലൈൻ കഴിഞ്ഞിട്ട് പറയുന്നതെല്ലാം ഒരു മനുഷ്യനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് 2 വരി പറഞ്ഞാൽ ഫിൽ ചെയ്യണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓ സൂപ്പർ. സമത്വം എന്നൊരാശയം മരിക്കുകില്ല ഭൂമിയിൽ, നമുക്ക് ഡാഷ് തന്നെ അന്നും ഇന്നുമെന്നുമേ. സമത്വം എന്നൊരാശയം മരിക്കുകില്ല ഭൂമിയിൽ, അന്നും ഇന്നുമെന്നുമേ. ഓ
ഓൾറൈറ്റ്. സോ ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ആ പാട്ട് കേൾക്കുക, എന്നിട്ട് റൈറ്റ് ആൻസർ പറയാ. ആൻഡ് ബിജി ബാൽ ഓട്ടോഗ്രാഫ് ചെയ്ത ഡാ തടിയാ എന്നുള്ള മൂവിയിലെ ഓഡിയോ CD ഞാൻ തരും. താങ്ക് യു സോ മച്ച് ആ സ്റ്റുഡിയോയിൽ വന്നതിന്. ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് ഹാവിംഗ് യു ഹിയർ. ഇത് ക്ലബ് FM സ്റ്റാർ ജാം എന്ന ഷോ ആണ്. ഇത് സ്റ്റാർ ജാം അല്ല, ഷാൻ ജാം ആണ്. ടൺ കണക്കിന് ഫൺ. എന്റെ സ്റ്റൈൽ പറഞ്ഞ ടൺ 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 കണക്കിന് ഫൺ. ടൺ 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 കണക്കിന് ഫൺ.